വായനയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഷാർജ ചെയ്യുക, അതിനുവേണ്ട അവസരം കൂടി ചെയ്തു കൊടുക്കാൻ ഷാർജ ഭരണകൂടത്തിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാർജ ഭരിക്കുന്ന ഷെയ്ഖ് സുൽത്താന്. നമുക്കറിയാം ഷാർജ പുസ്തകോത്സവത്തെ പറ്റി. ഇപ്പോൾ അവിടെ കുട്ടികളുടെ പുസ്തകോത്സവം നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പോലും നിരവധി പ്രശസ്തരായ കുട്ടി എഴുത്തുകാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ കുട്ടികളുടെ വായനോത്സവ ദിനങ്ങൾക്ക് തുടക്കമായി. 9ാം തവണയാണ് കുട്ടികളുടെ വായനോത്സവത്തിന് ഷാർജ വേദിയൊരുക്കുന്നത്. അൽത്തമൂനിലെ എക്സ്പോ സെന്ററിലെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന വായനോത്സവം ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ അദ്ദേഹത്തിന്റെ പത്നിയും സുപ്രീം കൌൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ചെയർപേഴ്സണുമായ ഷെയ്ഖ് ജവഹർ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി എന്നിവരുടെ രക്ഷാകർതൃത്വത്തിലാണ് വായനോത്സവം നടക്കുന്നത്. 2093 സാംസ്കാരിക പരിപാടികളാണ് 11 ദിവസത്തെ വായനോത്സവത്തിന്റെ ഭാഗമായി ഷാർജയിൽ സംഘടിപ്പിക്കുന്നത്. UAE, ഇന്ത്യ ഉൾപ്പെടെയുള്ള 18 രാജ്യങ്ങളിൽ നിന്നായി 123 പ്രദർശകർ വായനോത്സവത്തിൽ പങ്കെടുക്കും. കണ്ടുപിടുത്തങ്ങൾക്കപ്പുറം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷം വായനോത്സവം നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ 179 സാഹിത്യകാരന്മാരും ചിന്തകരും വിദ്യാഭ്യാസ വിദഗ്ധരും അതിഥികളായി എത്തും. ഇന്ത്യയിൽ നിന്നും കുട്ടികളുടെ എഴുത്തുകാരായ നന്ദിനി നായർ, അനുഷ്ക രവിശങ്കർ, സുദക്ഷിണ ശിവകുമാർ എന്നിവരും പ്രഭാഷക അശ്വിൻ പൻവേൽക്കാർ, ആനിമേറ്റർ സക്കീന അലി എന്നിവരും ഷാർജയിൽ എത്തുന്നുണ്ട്. നമ്മൾ വന്നിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ വന്നത് ഗ്രേഡ് 1 കുട്ടികളായിട്ടാണ്. അവരത് എൻജോയ് ചെയ്തു. ആക്ടിവിറ്റീസ് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. കുട്ടികളെ എൻജോയ് ചെയ്തു. ഡാൻസ് ഒക്കെ കണ്ട് ഇത് വളരെ നല്ലൊരു സംരംഭമാണ്. നമുക്ക് എന്താ പറയുക, ഇതുപോലെയൊക്കെ നാട്ടിൽ വെച്ചാൽ അത് വളരെ ഉപയോഗമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയുള്ള പിള്ളേർക്ക് ഇങ്ങനെ വരുന്നതെല്ലാം നല്ലൊരു ആക്ടിവിറ്റിയാണ്. അവർ ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യാം. കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാനായി 22 രാജ്യങ്ങളിൽ നിന്നുള്ള 55 പ്രതിനിധികളും മറ്റു സാംസ്കാരിക പരിപാടികൾക്കായി 23 രാജ്യങ്ങളിലുള്ള 60 പ്രതിനിധികളും ഷാർജയിൽ എത്തിക്കഴിഞ്ഞു. പാചക സംബന്ധമായ പരിപാടികളടക്കം 83 പരിപാടികൾക്കായി 14 രാജ്യങ്ങളിലുള്ള 14 അതിഥികൾ എമിറേറ്റിലെത്തി. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ, കുവൈറ്റ്, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രദർശകരും ഷാർജയിലെത്തും. അവർ പഠിക്കുന്നതിൽ പ്രാക്ടിക്കലായിട്ട് എല്ലാം ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ബുക്ക് വായിക്കുകയല്ല, എല്ലാം പ്രാക്ടിക്കലി ഇപ്പോൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത് തന്നെ. സോ അവർക്കത് യൂസ്ഫുൾ ആയിട്ട് വരികയാണ്. ന്യൂ ജനറേഷൻ മെത്തേഡിലുള്ള ഒരു ഇതാണ്.
അല്ലാതെ പാഠപുസ്തകത്തിൽ നിന്ന് അതീതമായിട്ട് അപ്പുറത്ത് നിന്ന് തന്നെ അവർക്ക് കണ്ടും കേട്ടും അവർ തന്നെ കളിച്ചും ചിരിച്ചും ഒക്കെ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. സയൻസ് ആയിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, എന്തും ഇവർക്ക് ഇവിടെ നിന്ന് തന്നെ ആ വർക്ക്ഷോപ്പിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ബലൂണ് കണ്ടു, പിന്നെ വരച്ച് പെയിന്റിങ് ചെയ്തു. എന്തൊക്കെയാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? പെയിന്റിങ് വരച്ചത്. എന്തു പടാ വരച്ച മോള്? ഹൗസ്. വായനയും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന പരിപാടിയിൽ അറബിക്, ഇംഗ്ലീഷ് ഭാഷാ പുസ്തകങ്ങളുടെ വിൽപ്പനയും കുട്ടികളുടെ സംവാദം, ശില്പശാലകൾ, ബാലസാഹിത്യ കൃതികൾ കൈവരച്ച ലോകരാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചിത്രപ്രദർശനം, സംഗീതം, പാചക മത്സരം, മറ്റു വിനോദ പരിപാടികൾ എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. അമേരിക്കയിലെ ചരിത്ര ഗവേഷണ മ്യൂസിയത്തിൽ നിന്നുള്ള തലച്ചോറിന്റെ പ്രവർത്തനം സംബന്ധിച്ച വ്യത്യസ്തതയാർന്ന പ്രദർശനം കുട്ടികളുടെ വായനോത്സവത്തിന്റെ വലിയ പ്രത്യേകതയാണ്. ഷാർജ പോലീസ്, ഷുറീഖ്, സാമൂഹ്യ വകുപ്പ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പഠിക്കാനും മനസ്സിലാക്കാനും ഉപകരിക്കുന്ന പ്രദർശനവും അനുബന്ധ പരിപാടികളുമാണ് നടക്കുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും സന്ദർശകരാകുന്ന വായനോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ആധുനിക കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണവും മേക്കപ്പും ഒക്കെ ഏറെ വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ദുബായിൽ അത്തരത്തിൽ അവർക്ക് വേണ്ടി നിരവധി ഷോകൾ അരങ്ങേറാറുണ്ട്. അതിലൊന്നാണ് വുമൺ മോഡേൺ ഷോ. ആഡംബര അനുഭവം പകരുന്ന വസ്ത്ര സൗന്ദര്യ വസ്തുക്കളുടെ പ്രദർശനമായ മോഡേൺ വുമൺ ഷോ ദുബായിൽ ആരംഭിച്ചു. ട്രേഡ് സെന്ററിലെ സബീൽ 4-ൽ നടക്കുന്ന പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ആധുനിക കാലത്തെ സ്ത്രീകളുടെ ആഡംബര അനുഭവം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളുടെ വലിയ ശേഖരമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ സബീൽ 4 ഹാളിൽ തുടങ്ങിയിരിക്കുന്നത്. ദുബായ് മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ മുന അൽ മറി മോഡേൺ വുമൺ ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക ദേശാന്തര മേഖലകളിൽ നിന്നുള്ള 80 പ്രദർശകരാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തിയിരിക്കുന്നത്. മുന്തിയ അറബ് വസ്ത്രങ്ങളുടെ വലിയ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പൂക്കൾ, ചോക്ലേറ്റുകൾ, കണ്ണടകൾ തുടങ്ങിയവയെല്ലാം മോഡേൺ വുമൺ ഷോയിലുണ്ട്.
ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനം. സുമാൻസ എക്സിബിഷൻസ് ആണ് ശനിയാഴ്ച രാത്രി വരെ നീളുന്ന പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് തണുപ്പ് കാലത്താണെങ്കിൽ ദുബായ് സമ്മർ ഫെസ്റ്റിവൽ എന്ന ആഘോഷം നടക്കുന്നത് ഈ ചൂട് കാലത്താണ്. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂടാണെങ്കിലും ദുബായിലും മറ്റ് ഗൾഫ് നാടുകളിലും ആഘോഷങ്ങൾക്ക് കുറവുണ്ടാകില്ല. അതുകൊണ്ട് അറേബ്യൻ സ്റ്റോറീസിൻ്റെ കാഴ്ചകളും അവസാനിക്കുന്നില്ല. വീണ്ടും കണ്ടുമുട്ടാം. അറേബ്യൻ സ്റ്റോറീസിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhumi.com/tv സന്ദർശിക്കുക. യൂട്യൂബിലും അറേബ്യൻ സ്റ്റോറീസിൻ്റെ മുൻ എപ്പിസോഡുകൾ ലഭ്യമാണ്. നന്ദി, നമസ്കാരം.